ഹരിയും. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് സമസ്ത മാനവരാശിക്കുമുള്ള ഉപദേശമാണ് നൽകുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ജീവിച്ചാലാണോ ശ്രേഷ്ഠത കൈവരിക്കുക, അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ക്രമം. ഇവിടെ ശ്രേഷ്ഠത എന്ന പദം കൊണ്ട് ശാശ്വതമായ മോചനമാണ് സൂചിപ്പിക്കുന്നത്, മുക്തിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ജനിക്കുമ്പോൾ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പ്രേരണയാൽ പല പ്രകാരത്തിലുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നു. അതിന് പല പ്രകാരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മൾ ഭുജിക്കുന്നു. ആഗ്രഹിച്ചത് പലതും നേടാൻ സാധിക്കാതെ വരുമ്പോൾ ദുഃഖിക്കുന്നു, നേടുമ്പോൾ സുഖിക്കുന്നു. കൂടുതൽ വാസനകൾ ജനിക്കുന്നു, കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കം ശാശ്വതമല്ല. ഇതിൽ നിന്നും മോചനം നമുക്ക് ആവശ്യമാണ്. ആ മോചനമാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അപ്പോൾ ആ ഉയർച്ചയിലേക്ക് നമ്മെ നയിക്കുന്ന ജീവിതക്രമമാണ് ശ്രേഷ്ഠമായ ജീവിതം, നല്ല ജീവിതം. അതെങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമായി ഉപദേശിക്കുന്ന ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഉപദേശം അർജുനൻ എന്ന വ്യക്തിയോടാണെങ്കിലും വാസ്തവത്തിൽ അത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണ്. കാരണം എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും ഭഗവാൻ അവിടെ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ തലത്തിലുള്ള ആൾക്കാരെയും ഭഗവത്ഗീത ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന വ്യക്തി മുതൽ ജീവൻ മുക്തനെ വരെ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. അപ്പോൾ ഓരോ വ്യക്തിയും ഗീതയെ സമീപിക്കുമ്പോൾ അവന് അനുകൂലമായതേത് ഉപദേശമാണെന്ന് ഗ്രഹിച്ച് അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഭഗവത്ഗീത ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഏറ്റവും പ്രാകൃതമായ തലം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്നുണ്ട്. അവന് ഉയർച്ച വന്നിട്ടില്ല, അവൻ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ തലത്തിൽ നിൽക്കുന്ന പ്രാകൃതനായ സാധകനോട് ഭഗവാൻ കൃഷ്ണൻ ഉപദേശിക്കുന്ന ഭാഗം നമുക്ക് 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. അതിൽ 3-ാമത്തെ അധ്യായത്തിന് കർമ്മയോഗം എന്നാണ് പേര് കൽപ്പിച്ചിട്ടുള്ളത്. ഇത് ഗീതയിൽ മൂലത്തിൽ ഉള്ള പേരല്ല, പിന്നീടുള്ള ആചാര്യന്മാർ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പേരാണെന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ഈ കർമ്മയോഗം എന്ന് പറയുന്ന 3-ാം അധ്യായത്തിലെ ചില ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന സാധകൻ എങ്ങനെ നന്നായി ജീവിക്കണം എന്ന ഉപദേശം നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്നും ഗ്രഹിക്കാൻ ശ്രമിക്കാം. അപ്പോൾ 3-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ആദ്യം ചിന്തിക്കുന്നത്. 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു: സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം വോസ്ത്വിഷ്ട കാമധുക്. പുര, വളരെ പണ്ട്, അതായത് ആദിയിൽ, തുടക്കത്തിൽ, പ്രജാപതി, സ്രഷ്ടാവായ ബ്രഹ്മാവ്, സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ, യജ്ഞത്തോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട്, ഉവാച, അവരോട് പറഞ്ഞു, അനേന പ്രസവിഷ്യധ്വം, ഇതിനാൽ നിങ്ങൾ സമ്പന്നരാകുവിൻ, അഥവാ അഭിവൃദ്ധിയെ പ്രാപിക്കുവിൻ. ഏതിനാൽ? യജ്ഞത്താൽ. യജ്ഞത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ യജ്ഞത്താൽ നിങ്ങൾ സമ്പന്നരാകുവിൻ. ഏഷ, ഇത്, വഹ, നിങ്ങൾക്ക്, അസ്തു, ഭവിക്കട്ടെ, ഇഷ്ടകാമധുക്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകുന്ന കാമധേനുവായിട്ട് ഈ യജ്ഞം ഭവിക്കട്ടെ. കാമധേനു എന്ന് പറയുന്നത് സ്വർഗത്തിലെ പശുവാണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് പ്രദാനം ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു കാമധേനുവായിട്ട്, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നൽകുന്ന ഒരു പശുവായിട്ട് ഈ യജ്ഞം നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇതിലൂടെ നിങ്ങൾ സമ്പത്തിനെ ആർജിക്കുവിൻ, സമ്പന്നരായി തീരുവിൻ എന്നാണ് പ്രജാപതി ഉപദേശിച്ചതെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ഇപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നാം. നമ്മൾ പ്രവർത്തിച്ചിട്ടല്ലേ സമ്പത്ത് നേടുന്നത്? കർമ്മത്തിലൂടെയല്ലേ നമ്മൾ ഇവിടെ പലതും നേടുന്നത്? അങ്ങനെയെങ്കിൽ യജ്ഞത്തിന് എന്താണ് പ്രസക്തി? അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം യജ്ഞ ശബ്ദം നമ്മളൊന്ന് ചിന്തിക്കണം. യജ് ധാതുവിൽ നിന്നാണ് യജ്ഞം ഉണ്ടാവുന്നത്. കൊടുക്കുക, പൂജിക്കുക, ആരാധിക്കുക എന്നെല്ലാമാണ് ആ ധാതുവിനർത്ഥം.
അപ്പോൾ യജ്ഞം എന്ന ശബ്ദം കൊണ്ട് ആരാധന എന്നർത്ഥം വന്നു. ഉപാസന എന്നർത്ഥവും എടുക്കാം. ആരാധന, ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ ബാഹ്യമായ ഒരു ആവിർഭാവമാണ്. അതിൻ്റെ മൂലത്തിലുള്ളത് എന്താ? ഭക്തിയാണ്. അപ്പോൾ യജ്ഞ ശബ്ദം കൊണ്ട് അകത്തുള്ള ഭാവമായ ഭക്തിയും ആ ഭാവം പുറത്ത് പ്രകടമാകുന്ന ആരാധന എന്ന ക്രമത്തെയും സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഉപാസന എന്ന ചുരുക്കത്തിൽ നമുക്ക് യജ്ഞത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഉപാസനയോടുകൂടിയാണ് പ്രജകളെ പ്രജാപതി സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. നമ്മുടെ എല്ലാം ഉള്ളിൽ ഉപാസനയ്ക്കുള്ള സാധ്യതയുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും ഉപാസിക്കുന്നൊന്നുമില്ല. ആരാധന എല്ലാവരിലും നമ്മൾ കാണുന്നില്ല. പക്ഷെ അതിനുള്ള സാധ്യത എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ സാധ്യതയെ നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് യജ്ഞത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. യജ്ഞത്തിലൂടെ അഭിവൃദ്ധി നേടുവിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കർമ്മം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കർമ്മത്തിന് നമുക്ക് ഫലം ലഭിക്കാം. ആ ലഭിക്കുന്ന ഫലം നമുക്ക് അനുകൂലമാകാം, പ്രതികൂലമാകാം. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു കച്ചവടം നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് പല തരത്തിലുള്ള പ്ലാനിങ് ആവശ്യമാണ്. അതെല്ലാം വ്യക്തമായി അയാൾ ചെയ്യുന്നു. എന്തെല്ലാം ഘടകങ്ങൾ മുൻകൂട്ടി കണക്കാക്കേണ്ടതുണ്ടോ അതെല്ലാം കണക്കാക്കി, എവിടെയെല്ലാം റിസ്ക് ഉണ്ട് അതെല്ലാം മനസ്സിലാക്കി, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ ഏകദേശം ഇന്ന ഫലം കിട്ടുമെന്ന് കണക്കാക്കി അയാൾ പ്രവർത്തിക്കുന്നു. അയാളുടെ കർമ്മം അയാൾ വ്യക്തമായി ചെയ്താലും അയാൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്ന് ഉറപ്പില്ല. ഒരു പക്ഷേ അയാൾക്ക് സാഹചര്യം കൂടുതൽ അനുകൂലമായാൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ലാഭം അയാൾക്ക് കിട്ടിയെന്ന് വരാം. എന്നാൽ സാഹചര്യങ്ങൾ കൂടുതൽ പ്രതികൂലമായാൽ ലാഭം കിട്ടുകയില്ലെന്ന് മാത്രമല്ല, നഷ്ടത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രവൃത്തിയുണ്ടെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് രണ്ട് തരത്തിലുള്ള കർമ്മഫലവും കിട്ടാം. സുഖവും കിട്ടാം, ദുഃഖവും കിട്ടാം. സാഹചര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടൂ. അപ്പം കർമ്മം നമ്മുടെ നിയന്ത്രണത്തിലാണ്. പക്ഷെ സാഹചര്യങ്ങളുടെ ആനുകൂല്യം അത് മറ്റേതോ ഒരു ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. ആ ശക്തിയെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കർമ്മത്തിലൂടെയാണ് ഫലങ്ങൾ ലഭിക്കുന്നതെങ്കിലും ആ ഫലങ്ങൾ നമുക്ക് അനുകൂലമാകണമെങ്കിൽ ഭഗവാന്റെ കൃപ നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഈ സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ഈശ്വരൻ. ആ ഈശ്വരൻ നമുക്ക് അനുകൂലമാകണമെങ്കിൽ ആ ഈശ്വരനെ നമ്മൾ ആരാധിക്കണം. അതിനായിട്ട് നമുക്ക് ഭക്തി ആവശ്യമാണ്. ആ ഭക്തി സഹജമായിട്ട് നമുക്കുണ്ടെന്ന് ഭഗവാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം സ്രഷ്ടാവ് സൃഷ്ടിക്കുമ്പോൾ തന്നെ ഭക്തി നമുക്കുള്ളിൽ തന്നിട്ടുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഭക്തിയെ കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്രയും അധികം പ്രചാരം ഭക്തി എന്ന സാധനയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ആരാധന, ഉപാസന നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന വ്യക്തി ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഈശ്വരനെ ആരാധിക്കണം. അങ്ങനെ അവൻ ആരാധിച്ചാൽ അവൻ ആഗ്രഹിക്കുന്നതെല്ലാം ആ ഈശ്വരന്റെ കൃപ കൊണ്ട് അവന് ലഭിക്കും. അതായത് അവൻ പ്രവർത്തിക്കാതെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല. പ്രവർത്തിക്കണം, പക്ഷെ പ്രവർത്തിച്ചതോടൊപ്പം തന്നെ ആരാധനയും നടത്തണം. അങ്ങനെ ഉപാസന അവനുണ്ടെങ്കിൽ ആ ഉപാസനയുടെ ബലം കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ലഭിക്കും. ഭഗവാൻ തുടർന്ന് പറയുന്നു 11-ാം ശ്ലോകത്തിൽ, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യഥ. ഇവിടെ ഭഗവാൻ ദേവന്മാരെന്ന ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ പറയുന്ന സമയത്ത് ഈശ്വരൻ എന്ന പ്രയോഗമാണ് നടത്തിയത്. അപ്പൊ ഈശ്വരനും ദേവന്മാരും തമ്മിലുള്ള ഭേദം എന്താണ്? വളരെ പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്ന വ്യക്തിയോടാണ് ഭഗവാൻ ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തി, അവൻ ഈശ്വരനെ അറിഞ്ഞിട്ടില്ല, അവൻ ആരാധന തുടങ്ങിയിട്ടില്ല. കാരണം ആരാധന തുടങ്ങിയവനോട് ഇത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആരാധന തുടങ്ങാതെ നിൽക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ഉള്ളിൽ അതിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവൻ ആദ്യം ഈശ്വരനെ കാണിച്ചു കൊടുക്കണം. അപ്പോഴല്ലേ ആരാധന സാധ്യമാകൂ. അതിനായിട്ട് പ്രപഞ്ചത്തിലുള്ള ശക്തികളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉദാഹരണത്തിന് സൂര്യൻ കത്തിജ്വലിക്കുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനെ അങ്ങനെ പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കും. അതാണ് സൂര്യദേവൻ. അതുപോലെ ചന്ദ്രൻ ശോഭിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ഒരു ശക്തിയുണ്ട്, അത് ചന്ദ്രദേവൻ. അഗ്നി ജ്വലിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ അഗ്നിദേവൻ.
വായു ജ്വലിക്കുന്നുണ്ട്, പ്രവഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ വായുദേവൻ, പവനദേവൻ, അതുപോലെ വരുണദേവൻ, ഇങ്ങനെ നമ്മൾ ഓരോ ദേവതകളെ സങ്കല്പിക്കുന്നു. ഓരോ ശക്തിയുടെ പിന്നിലും ഒരു ചൈതന്യമുണ്ടെന്ന്, ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു. എന്നാൽ കുറച്ചും കൂടിയും സൂക്ഷ്മമായി, അതായത് ആരാധന നടത്തിക്കൊണ്ട് നമ്മൾ ഈ ശക്തികളെ കൂടുതൽ കൂടുതൽ അടുത്തറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഈ ദേവതകളെ മുഴുവൻ പറയുന്ന, ഈ ദേവതകളെ മുഴുവൻ ആരാധിക്കുന്ന വേദം തന്നെയാണ് ഈ മന്ത്രം നൽകുന്നത്. ഉള്ളത് ഒന്നു മാത്രമാണ്, അതിനെ അറിവുള്ളവർ പല പ്രകാരത്തിൽ വർണ്ണിക്കുന്നു. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നതും ചന്ദ്രൻ എന്ന് പറയുന്നതും അഗ്നി എന്ന് പറയുന്നതും വായു എന്ന് പറയുന്നതും വരുണൻ എന്ന് പറയുന്നതും എല്ലാം വാസ്തവത്തിൽ ഒരേ ശക്തിയാണ്. ആ ശക്തിക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഈശ്വരൻ. എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം ഭരിക്കുന്നവൻ. അദ്ദേഹത്തിൻ്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. സച്ചിദാനന്ദമായ സ്വരൂപം ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രാപ്യമല്ല. അതുകൊണ്ട് സച്ചിദാനന്ദത്തെ ആരാധിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ സച്ചിദാനന്ദത്തെ നമ്മൾ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും വിഷയീഭൂതമാക്കണം. അതിനുള്ള തലത്തിലേക്ക് കൊണ്ടുവരണം. അതിൽ ഏറ്റവും എളുപ്പമുള്ളത് നമുക്ക് പ്രകൃതിയിൽ തന്നെ കാണുന്നതിനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ ദേവതകളെല്ലാം വരുന്നത്, സൂര്യനായും അഗ്നിയായും ചന്ദ്രനായും ഒക്കെ. അത് കുറച്ചുകൂടിയും കാലം കഴിഞ്ഞപ്പോൾ മനുഷ്യാകാരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളായിട്ട് പരിണമിച്ചു. ഇന്നൊക്കെ നമ്മൾ ആരാധിക്കുമ്പോൾ കൃഷ്ണൻ, രാമൻ, ദേവി, ശിവൻ, ഗണപതി, മുരുകൻ എന്ന് പറഞ്ഞ ശാസ്താവ്, ഇങ്ങനെ വിവിധ ഭാവങ്ങൾ കൽപ്പിക്കുന്നു. ഇതെല്ലാം ദേവതകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതെല്ലാം ഈശ്വര ഭാവത്തിലാണ് ആരാധിക്കപ്പെടുന്നത്. അതായത് വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഉപാസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉപാസനയ്ക്കാണ് ദേവതാഭാവം. പക്ഷെ ദേവത വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ്. ഈ ബോധത്തോടെ വേണം ഉപാസന നടത്താൻ. അല്ലെങ്കിൽ ഭേദബുദ്ധി ഉണ്ടാവും. ഇപ്പോൾ ശിവനും വിഷ്ണുവും വേറെയാണ്, ഗണപതിയും മുരുകനും വേറെയാണ്, ശക്തിയും ശിവനും വേറെയാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും. ശാസ്താവ് വേറെയാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ നമുക്ക് അനുകൂലമായ ഒരു ഭാവത്തിൽ, ഒരു പ്രത്യേക സങ്കല്പത്തിൽ നമ്മൾ ഉപാസിക്കുകയാണ്. പക്ഷെ ഉപാസിക്കുമ്പോഴും അത് ഈശ്വരനാണെന്ന ബോധം വേണം. അപ്പൊ ഏറ്റവും പ്രാകൃതമായ തലത്തിൽ നിൽക്കുന്നവനോട് ദേവതാഭാവത്തിലാണ് ഭഗവാൻ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ദേവതമാരെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. എങ്ങനെ? യാഗത്തിലൂടെ, യജ്ഞത്തിലൂടെ സന്തോഷിപ്പിക്കുക. യജ്ഞം എന്നാൽ ആരാധന. അപ്പോൾ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ഭഗവാന്മാരെ, ദേവതമാരെ സന്തോഷിപ്പിക്കുക. ഒന്നും കൂടി ഉയർന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈശ്വരനെ സന്തോഷിപ്പിക്കുക. അങ്ങനെ നമ്മൾ ദേവതമാരെ സന്തോഷിപ്പിച്ചാൽ ആ ദേവതമാർ നമ്മളെയും സന്തോഷിപ്പിക്കും. അതാണ് ഇവിടെ ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ. അങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ച്, പരസ്പരം സഹായിച്ച്, പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യത. പരമമായ ശ്രേയസ്സിനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ പറഞ്ഞു, പരമമായ ശ്രേയസ് എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്, കർമ്മത്തിൽ നിന്നും പൂർണ്ണമായ മോചനം. അത് നേടണമെങ്കിൽ നമുക്ക് ആരാധന കൂടിയേ തീരൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? എങ്ങനെയാണ് ആരാധനയിലൂടെ നമ്മൾ ഉയരുന്നതെന്ന് തുടർന്ന് പറയുന്നു. 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിത തൈർദത്താന പ്രദായൈഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവസ. നമ്മൾ ദേവതമാരെ ആരാധിച്ചാൽ, ബഹുവചനത്തിൽ തന്നെ എടുക്കാം, പല ദേവതമാരുണ്ടെന്ന് സങ്കല്പിക്കുക, അവരെ എല്ലാം നമ്മൾ ആരാധിക്കുന്നു. ആ ആരാധനയിലൂടെ അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവിടെ ആരാധന എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ കർമ്മത്തെയും ചേർക്കണം, പ്രവൃത്തി ഉണ്ടാവണം. വെറുതെ ആരാധന മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തി ഉണ്ടാവണം. അങ്ങനെ പ്രവർത്തിക്കുന്നു. പക്ഷെ ഒപ്പം തന്നെ ആരാധനയുടെ ബലം ഉണ്ടാകുമ്പോൾ ദേവന്മാര് സന്തോഷിക്കുകയും നമ്മുടെ പ്രവൃത്തിക്ക് നമ്മൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ പ്രവർത്തിക്കുന്നത് ആ ആഗ്രഹങ്ങളെ ഫലങ്ങളായിട്ട് പ്രദാനം ചെയ്യും. അതാണ് ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തെ യജ്ഞഭാവിത. യജ്ഞത്താൽ സന്തോഷിപ്പിക്കപ്പെട്ടവരാണവർ, ആരാധനയിലൂടെ സന്തോഷിപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെ സന്തോഷിപ്പിക്കുമ്പോൾ അവര് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നൽകും. എന്നാൽ അത്തരം അവര് നൽകുന്ന ഭോഗങ്ങളെ, അവരുടെ പ്രസാദത്തെ സ്വീകരിച്ചിട്ട് അവർക്ക് തിരിച്ചൊന്നും കൊടുക്കാത്തവർ, അതായത് അവരെ ആരാധിക്കാതെ അവര് നൽകുന്നത് സ്വീകരിക്കുന്നവർ സ്തേന ഏവസ എന്നാണ് ഭഗവത്ഗീത പറയുന്നത്. അവർ കള്ളന്മാരാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം? കള്ളന്മാരെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അർഹതപ്പെടാത്തത് തട്ടിപ്പറിക്കുന്നവർ അഥവാ സ്വീകരിക്കുന്നവർ.
അത് തങ്ങൾക്കുള്ളതല്ല, പക്ഷെ അത് അവർ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ളവരാണ് കള്ളന്മാർ. ഇവിടെ ഓരോ വ്യക്തിയും ജീവിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവൻ ആരാധന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ്റെ പ്രവൃത്തിക്ക് ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ആരാധനയും ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവർ ഒരുപാട് കാര്യങ്ങൾ നേടുകയും ചെയ്യുന്നത് നമ്മൾ കാണും. ചിലവർക്ക് വളരെ വിപരീതമായ സാഹചര്യമായിരിക്കും, ഒരുപാട് ദുഃഖങ്ങളും അവരനുഭവിക്കുന്നുണ്ടാവും. ഇവിടെ വ്യക്തി ആ ഈശ്വരൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞില്ലെങ്കിൽ, നിരാകരിച്ചാൽ, അവൻ ഈ കർമ്മത്തിലൂടെ നേടുന്ന ഫലങ്ങൾ വാസ്തവത്തിൽ ഭഗവാന്റെ കൃപ കൊണ്ടാണ് നേടുന്നത്. പക്ഷെ അത് അവരറിയുന്നില്ല. അതറിയാതെ അവരത് ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണെന്ന് കരുതുകയാണെങ്കിൽ അവർ കള്ളന്മാരാണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അത് അവർക്ക് അർഹതപ്പെട്ടതല്ല. ഈ അർഹതപ്പെട്ടതല്ല എന്നത് സൂചിപ്പിക്കാനാണ് സ്തേന പദം എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിസ്തരിക്കുന്നു. 13ാമത്തെ ശ്ലോകം. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഘം പാപ യേ പചന്ത്യാത്മകാരണാത്. നമ്മൾ നമുക്ക് വേണ്ടി ആത്മകാരണാത് നമുക്ക് വേണ്ടി പാകം ചെയ്യുകയാണ്, എന്നിട്ട് ഭുജിക്കുകയാണെങ്കിൽ നമ്മൾ പാപത്തെ ഭുജിക്കുന്നു. അതാണ് അവസാനത്തെ വരിയിൽ. അതായത് ഭുഞ്ജതേ തേ തു അഘം പാപ യേ പചന്ത്യാത്മകാരണാത് യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈ. എന്നാൽ ആരാധനയ്ക്ക് ശേഷം യജ്ഞശിഷ്ടാശിന എന്ന് പറഞ്ഞാൽ യജ്ഞത്തിന് ശേഷമുള്ളതിനെ ഭുജിക്കുന്നവർ, അതായത് ആരാധനയോടുകൂടി ഭോഗങ്ങളെ സ്വീകരിക്കുന്നവർ, സർവകിൽബിഷൈ മുച്യന്തെ അവരെല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നു. അപ്പൊ നേരത്തെ കള്ളന്മാരാണ് ആരാധന നടത്താതെ ഭുജിക്കുന്നവരെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് വിസ്തരിക്കുകയാണ്. ഒരു വ്യക്തി ആരാധനയില്ലാതെ ഭുജിക്കുന്നതിനെയാണ് ഇവിടെ തനിക്ക് വേണ്ടി പാകം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് താൻ കർമ്മം ചെയ്യുന്നു, ഫലം നേടുന്നു എന്ന ഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഈശ്വരൻ എന്ന സത്വത്തെ അംഗീകരിക്കാതെയാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ പാപത്തെ ഭുജിക്കുന്നു. എന്നാൽ ഈശ്വരനെ അംഗീകരിച്ചുകൊണ്ട് യജ്ഞം ചെയ്തുകൊണ്ട് അവൻ ഭുജിക്കുകയാണെങ്കിൽ അവൻ പാപത്തിൽ നിന്നും മോചനത്തെ നേടുന്നു. എന്താണ് പാപം? ദുഃഖത്തെ ജനിപ്പിക്കുന്നതാണ് പാപം. സാമാന്യ അർത്ഥം പറയുകയാണ്. ദുഃഖത്തെ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസാരത്തെ ജനിപ്പിക്കുന്നത് എന്നർത്ഥമെടുക്കാം. കാരണം സംസാരം ദുഃഖപൂർണമാണ്. ഇവിടെ സുഖമുണ്ട്, പക്ഷെ സുഖം എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ ദുഃഖമുണ്ട്. അപ്പൊ അതുകൊണ്ട് സുഖം ദുഃഖത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്നില്ല സംസാരത്തിൽ. അപ്പൊ സുഖം ആഗ്രഹിക്കുന്നവർ ഒപ്പം ദുഃഖത്തെയും നേടുന്നുണ്ട്. അപ്പൊ സംസാരത്തെ ഭുജിക്കുന്നതാണ് വാസ്തവത്തിൽ പാപം. സംസാര കാരണമായതാണ് പാപം. ഒരു വ്യക്തി ആരാധനയില്ലാതെ ഈശ്വരനെ മാറ്റി നിർത്തി പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഭോഗങ്ങളെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ അവനവന് വേണ്ടിയാണ് പാകം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. കാരണം അവൻ ഈശ്വരനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നു, ഞാൻ കർത്താവാണ്, ഞാൻ ഭുജിക്കുന്നു, ഞാൻ ഭോക്താവാണ്, മറ്റൊരു ശക്തി അവിടെ ഇല്ല. ഈ ഭാവത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ കൂടുതൽ കൂടുതൽ വാസനകളെ നേടും. വാസനകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കർമ്മം ജനിക്കും. കർമ്മമുണ്ടെങ്കിൽ അവൻ വീണ്ടും വീണ്ടും ജനിക്കണം. അപ്പൊ അവൻ സംസാരത്തെ ഭുജിക്കുന്നു, അതുകൊണ്ട് പാപത്തെ അവൻ ഭുജിക്കുന്നു. എന്നാൽ ആരാധനയോടുകൂടി ഈശ്വരൻ ഉണ്ടെന്ന ഭാവത്തിൽ, ഈശ്വരൻ അവിടെയുണ്ട്, ആ ഈശ്വരന്റെ സാന്നിധ്യമാണ് ഇതെല്ലാം പ്രവർത്തിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കി ആ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളെ ഭുജിക്കുമ്പോൾ, അത് ഈശ്വരന്റെ പ്രസാദമായിട്ട് ഭുജിക്കുമ്പോൾ അവന് സംസാരത്തോടുള്ള ബന്ധനം കുറഞ്ഞു കുറഞ്ഞു വരും. അവന്റെ വാസനകൾ കുറഞ്ഞു കുറഞ്ഞു വരും. അവൻ കൂടുതൽ ഈശ്വരനോട് അടുക്കും. അതുകൊണ്ട് അവന്റെ പാപങ്ങൾ ഇല്ലാതെയാകുന്നു. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചേർന്നത് എന്നാണ് അർത്ഥം. ഒരു വ്യക്തി പാപത്തെ ഭുജിച്ചാൽ പാപം അവന് ചേർന്നതല്ല, അവൻ സംസാരത്തിലേക്ക് കൂടുതൽ കൂടുതൽ വീഴുകയാണ്, കൂടുതൽ ദുഃഖിക്കുകയാണ്. അപ്പൊ അത് അവൻ അതിന് അർഹതല്ല, പക്ഷെ അവൻ അത് സ്വീകരിക്കുകയാണ്. അപ്പൊ അർഹതയില്ലാത്തത് സ്വീകരിച്ചത് കൊണ്ട് അവൻ കള്ളനാണ്. കാരണം അവന് ചേർന്നതല്ല അവന് കിട്ടുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ടാണ് ലഭിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ടാണെന്നുള്ളത് മറന്നുകൊണ്ട് അവൻ ഭഗവാനിൽ നിന്നും സ്വീകരിച്ച് ഭഗവാനെ ആരാധിക്കാതിരുന്നാൽ, കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ അവൻ കള്ളനാണെന്ന് സാമാന്യാർത്ഥവുമുണ്ട്. സൂക്ഷ്മാർത്ഥം അവൻ അർഹതയില്ലാത്തതാണ് അവന് ലഭിക്കുന്നത്. കാരണം അവൻ കൂടുതൽ കൂടുതൽ സംസാരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവൻ കള്ളനാണ്. എന്നാൽ അവൻ യജ്ഞം ചെയ്തുകൊണ്ട് ഭുജിക്കുകയാണെങ്കിൽ അവൻ ഉയർച്ചയുണ്ടാവും. അപ്പൊ അവന്റെ പാപങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അവൻ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് ചെല്ലും. അപ്പൊ ഇവിടെ പുണ്യം
അനുഭവിക്കുമെന്ന് പറയുന്നതിന് പകരം പാപത്തിൽ നിന്നും മോചിക്കുമെന്ന് പറയാൻ പുണ്യവും പാപവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. രണ്ടും ഭുജിക്കാനുള്ളതാണ്, ലോകകാരകങ്ങളാണ്. അതുകൊണ്ട് രണ്ടിനെയും തരണം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനാണ് പാപത്തിൽ നിന്നും മോചനം നേടുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് ഈ യജ്ഞത്തിന്റെ കോൺസെപ്റ്റ്, ഈ ആരാധന എന്നതിനെ കൂടുതൽ വ്യക്തമാക്കാനായിട്ട് 2 ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നു. 14ഉം 15ഉം. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വളരെ പ്രസിദ്ധമായ 2 ശ്ലോകങ്ങളാണ് ഇത്. ഇവിടെ ഭഗവാൻ പറയുന്നു ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തി. ഭൂതങ്ങൾ അന്നത്തിൽ നിന്നും ജനിക്കുന്നു. ഒരു ജീവനെ എടുത്തു നോക്കിയാൽ അവന് സ്ഥൂലമായ ദേഹവുമുണ്ട്, സൂക്ഷ്മമായ ദേഹവുമുണ്ട്. സ്ഥൂലമായ ദേഹം നിലനിൽക്കുന്നത് സ്ഥൂലമായ അന്നത്തെ ഭുജിച്ചുകൊണ്ടാണ്. സൂക്ഷ്മമായ ദേഹം നിലനിൽക്കുന്നത് സൂക്ഷ്മമായ അന്നത്തെ ഭുജിച്ചിട്ടാണ്. സ്ഥൂലമായ അന്നം നമുക്കെല്ലാം അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. സൂക്ഷ്മമായ അന്നം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഭുജിക്കുന്നതാണ്. കണ്ണിലൂടെ കാഴ്ചകളെ ഭുജിക്കുന്നു, ചെവിയിലൂടെ ശബ്ദങ്ങളെ ഭുജിക്കുന്നു, മൂക്കിലൂടെ മണങ്ങളെ ഭുജിക്കുന്നു, നാക്കിലൂടെ രുചികളെ ഭുജിക്കുന്നു, ത്വക്കിലൂടെ സ്പർശങ്ങളെ ഭുജിക്കുന്നു. ഇങ്ങനെ സൂക്ഷ്മമായ അന്നത്തെ സ്വീകരിച്ചിട്ടാണ് സൂക്ഷ്മദേഹം നിലനിർത്തുന്നത്. അപ്പൊ അന്നം എന്ന ശബ്ദം കൊണ്ട് ഈ 2 തരത്തിലുള്ള അന്നവും സൂചിപ്പിച്ചു. ഒന്ന് മാറ്റർ, അതായത് സ്ഥൂലമായ ഫിസിക്കൽ ബോഡിയെ ഉണ്ടാക്കുന്ന മാറ്റർ, അത് നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ് നേടുന്നത്. പിന്നെ സൂക്ഷ്മമായ ഭോഗങ്ങളും. ഇത് രണ്ടും സ്വീകരിച്ചിട്ടാണ് വ്യക്തി നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഭൂതങ്ങളും അന്നത്തിൽ നിന്നും ജനിക്കുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഈ അന്നം എവിടെ നിന്നുണ്ടാകുന്നു? പർജന്യാത് അന്നസംഭവ. പർജന്യത്തിൽ നിന്നും അന്നം ജനിക്കുന്നു. പർജന്യം എന്നാൽ മേഘം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ മേഘത്തിൽ നിന്നും അന്നം ഉണ്ടാകുന്നു. സ്ഥൂലമായ അന്നം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃഷി ചെയ്തിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കൃഷിക്ക് പ്രധാന ആശ്രയം മഴവെള്ളമാണ്. മഴ നന്നായി വർഷിച്ചാലാണ് ഭൂമിയിൽ ജലലഭ്യത ഉണ്ടാവുക. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മഴയിൽ നിന്നും, മേഘമാണ് മഴ തരുന്നത്, അപ്പൊ മേഘത്തിൽ നിന്നും അന്നം ഉണ്ടാകുന്നു. ആ അന്നത്തെ നമ്മൾ ഭുജിക്കുന്നു എന്ന അർത്ഥം വന്നു. പർജന്യ ശബ്ദത്തിന് ഇന്ദ്രൻ എന്ന അർത്ഥവുമുണ്ട്. കാരണം മേഘത്തിന്റെ ദേവതയാണ് ഭഗവാൻ. അപ്പോൾ ഇന്ദ്രൻ അന്നത്തെ നൽകുന്നു എന്ന അർത്ഥം വന്നു. അപ്പൊ ഇവിടെ ഇന്ദ്രൻ എന്ന തലത്തിലെടുക്കുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ അന്നങ്ങൾ നൽകുന്നത് ദേവതയാണ്. ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്ര ശബ്ദം കൊണ്ട് വാസ്തവത്തിൽ ഇവിടെ പല ദേവതകൾക്ക് പകരം ഏകദേവ ഭാവത്തെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, അതായത് ഈശ്വരൻ. അപ്പൊ നേരത്തെ പല ദേവതയായിട്ട് പറഞ്ഞു. അങ്ങനെ ദേവതാ സാന്നിധ്യം കാണിച്ചുകൊണ്ട് അവയെല്ലാം വാസ്തവത്തിൽ ഒരേ ശക്തിയാണെന്ന തലത്തിലേക്ക് ഭഗവാൻ പതുക്കെ ഉയർത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ദ്രനെ ഏകവചനമായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്ദ്ര ശബ്ദം കൊണ്ട്, പർജന്യ ശബ്ദം കൊണ്ട് ഇവിടെ ഈശ്വരനെ സൂചിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ചുറ്റും പലതും നമ്മൾ ഭുജിക്കുന്നുണ്ട്, സ്ഥൂലമായതും സൂക്ഷ്മമായതും. അത് നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത് നമുക്ക് ലഭിക്കുന്നത് ഈശ്വരന്റെ കൃപ കൊണ്ടാണ്. ഈശ്വരന്റെ കൃപ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു? അത് പറയുന്നു, യജ്ഞാത് ഭവതി പർജന്യോ. ഈശ്വരൻ യജ്ഞത്തിൽ നിന്നും ജനിക്കുന്നു. ഈശ്വരൻ ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ കൃപ നമുക്ക് യജ്ഞത്തിൽ നിന്നും ലഭിക്കുന്നു. അർത്ഥം വ്യക്തമാണ്. ആരാധനയിലൂടെയാണ് ഭഗവത് കൃപയെ നമ്മൾ സമ്പാദിക്കുന്നത്. യജ്ഞ കർമ്മ സമുദ്ഭവ. ഈ ആരാധന എങ്ങനെയാണ്? കർമ്മത്തിലൂടെയാണ്, ക്രിയയിലൂടെയാണ് ആരാധന നടക്കുന്നത്. ഇവിടെ യജ്ഞം എന്ന് പറയുമ്പോൾ നമുക്ക് വൈദിക കാലത്തിലുള്ള ആചാരം മാത്രമേ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ആധാരത്തിൽ നിന്നും വളരെ വിപുലമായ ആരാധനാ സമ്പ്രദായം ഇന്ന് ഭാരതത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിനെല്ലാം ആധാരം വേദം തന്നെയാണ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ക്രിയകളിലൂടെയാണ് ആരാധന നടക്കുന്നത്. ഇപ്പോൾ വൈദിക കാലത്ത് നോക്കിയാൽ വേദി നിർമ്മിച്ച് ഹോമകുണ്ഡം ഉണ്ടാക്കി അതിൽ ഇന്ധനം നിറച്ച് അഗ്നി ജ്വലിപ്പിച്ച് അതിൽ ഹവിസർപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് അവിടുത്തെ ആരാധന. അപ്പൊ ഇതെല്ലാം കർമ്മമാണ്. ഇതിലൂടെ ആ അർപ്പണം നടത്തി ആരാധനയാണ് അവൻ നടത്തുന്നത്. അപ്പൊ യജ്ഞം കർമ്മത്തിൽ നിന്നും ജനിക്കുന്നു. കർമ്മം എന്നാൽ ക്രിയ, എന്തൊക്കെ ചെയ്യണമെന്ന്. എന്നാൽ അതേ ആശയത്തെ വിപുലീകരിച്ചുകൊണ്ട് പല പ്രകാരത്തിലുള്ള ആരാധന, ഉപാസന ഇന്നുണ്ട്. മന്ത്രോപാസനയുണ്ട്, യന്ത്രോപാസനയുണ്ട്, ക്ഷേത്ര ഉപാസനയുണ്ട്, അതുപോലെ കളം വരച്ചുകൊണ്ടുള്ള ഉപാസനയുണ്ട്. പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. ഈ എല്ലാ ആരാധനകൾക്കും പലതരം ക്രിയകളുണ്ട്.
അപ്പൊ ഈ ക്രിയകളെയെല്ലാം ഇവിടെ കർമ്മശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ക്രിയ ചെയ്തിട്ട് നടത്തുന്നത് ആരാധനയാണ്. ആരാധനയ്ക്കാണ് പ്രസക്തി. അത് കാരണം ഭാവത്തിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്, ഭക്തിയിൽ നിന്നാണ് ഉപാസന ഉണ്ടാകുന്നത്. അപ്പൊ ക്രിയ മാത്രം പോരാ. അപ്പൊ ക്രിയ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ അകത്തുള്ള ഭക്തിയെ അഭിവ്യക്തമാക്കുകയാണ്, ഭഗവാന് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് കർമ്മ യജ്ഞ കർമ്മ സമുദ്ഭവ എന്ന് പറഞ്ഞു. ഈ ക്രിയകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് പറയുന്നു, കർമ്മ ബ്രഹ്മോദ്ഭവം വിധി. ബ്രഹ്മത്തിൽ നിന്നാണ് ക്രിയ ഉണ്ടാകുന്നത്. ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് ഇവിടെ വേദത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. വൈദിക കർമ്മങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുതെന്ന് വ്യക്തമായി പറയുന്ന, ഏത് മന്ത്രങ്ങളെ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് എല്ലാം വേദമാണ്. അപ്പൊ ക്രിയ വേദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പല ക്രിയകൾ പല ഗ്രന്ഥങ്ങളെയും ആശ്രയിച്ചാണ്. ആ ഗ്രന്ഥങ്ങളെല്ലാം വേദശബ്ദത്തിൽ ഉൾക്കൊണ്ടു. കാരണം അവയ്ക്കെല്ലാം ആധാരം വേദമാണ്. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അപ്പൊ അറിവിൽ നിന്നാണ് ക്രിയയുണ്ടാകുന്നത്. വേദം എന്ന ഗ്രന്ഥം മാത്രമായി എടുക്കാതെ സൂക്ഷ്മമായി അറിവെന്ന അർത്ഥമെടുത്താൽ ആ അറിവിൽ നിന്നാണ് ക്രിയകൾ ഉണ്ടാകുന്നത്. എന്ത് ചെയ്താലാണോ ആരാധന കൃത്യമാകുക എന്ന അറിവ് നമുക്കുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ അറിവിൽ നിന്നും കർമ്മം ഉണ്ടാകുന്നു. അതാണ് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. ഈ അറിവ് എവിടെ നിന്ന് ലഭിക്കുന്നു? ബ്രഹ്മാക്ഷര സമുദ്ഭവം. അക്ഷരത്തിൽ നിന്നാണ് വേദം ജനിക്കുന്നത്. അക്ഷരം എന്ന് പറഞ്ഞാൽ നാശരഹിതമായത്, ശാശ്വതമായത്, സനാതനമായത്, അതായത് പരബ്രഹ്മം. ഈശ്വരൻ എന്ന് നമ്മൾ വിളിക്കുന്നതിൻ്റെ സ്വരൂപം ഈ അക്ഷരഭാവമാണ്. ആ അക്ഷരത്തിൽ നിന്നാണ് എല്ലാ അറിവും ഉണ്ടാവുന്നത്. വേദങ്ങൾ അപൗരുഷേയമാണ്, ആരും നിർമ്മിച്ചതല്ല. അത് ദർശിക്കപ്പെട്ടതാണ്. എവിടെ നിന്ന്? ഈ അക്ഷരത്തിൽ നിന്ന്. അത് ആവിർഭവിച്ചത് ഋഷികൾ കാണുകയും ആ അറിവിനെ അവർ ശേഖരിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ അറിവും അക്ഷരത്തിൽ നിന്നും, പരബ്രഹ്മത്തിൽ നിന്നും അഥവാ ഈശ്വരനിൽ നിന്നും ഉദ്ഭവിക്കുന്നു. ആ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പല ക്രിയകൾ ചെയ്യുന്നു. ആ ക്രിയയിലൂടെ നമ്മുടെ അകത്തുള്ള ഭക്തിയെ അഭിവ്യക്തമാക്കുന്ന ആരാധന, ഉപാസന നമ്മൾ നടത്തുന്നു. ആ ആരാധനയിലൂടെ നമ്മൾ ഈശ്വരന്റെ പ്രീതിയെ സമ്പാദിക്കുന്നു. അതിലൂടെ നമുക്ക് ആവശ്യമായ അന്നം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ നിലനിൽക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നു, തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് അറിവ് യജ്ഞത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ബ്രഹ്മശബ്ദം കൊണ്ട് ഇവിടെ വേദത്തെ സൂചിപ്പിക്കുന്നു. യജ്ഞത്തിൽ പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാൽ അറിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ആരാധനയുണ്ടാവണം. ആരാധനയാണ് അറിവിന്റെ ലക്ഷ്യം. നമ്മൾ ഈശ്വരനോട് അടുക്കുന്നതാണ് ആരാധന. നമ്മളെ ഈശ്വരനോട് ചേർക്കുന്നതാണ് ആരാധന അഥവാ ഉപാസന. അപ്പൊ വാക്കിൽ തന്നെയുണ്ട് ഉപ-ആസന, അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അടുത്തിരിക്കുകയാണ്, നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. ആ ഉപാസനയിലാണ് അറിവിൻ്റെ പ്രതിഷ്ഠ. അതായത് നമ്മൾ ആ ബ്രഹ്മത്തിൽ നിന്നും, ആ പരബ്രഹ്മത്തിൽ നിന്നും ഉദിക്കുന്ന അറിവിനെ നേടിയാൽ ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയ ചെയ്ത് നമ്മൾ ഉപാസന നടത്തണം. ആ ഉപാസനയ്ക്ക് വേണ്ടിയാണ് ആ അറിവ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ അറിവ് പൂർണ്ണമാകുന്നത് ഉപാസനയിലൂടെയാണ്. വെറുതെ അറിഞ്ഞത് കൊണ്ട് കാര്യമില്ല. അപ്പൊ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് വേദാന്തത്തിലെ തത്വങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ഗ്രഹിച്ചവരൊക്കെ അവരുടെ മനസ്സിലെ പുതിയ പുതിയ ചിന്തകളായി മാത്രമാണ് ആ അറിവിനെ നിലനിർത്തുന്നത്. അവർക്ക് അനുഭൂതിയില്ല, ആത്മാനുഭൂതിയുമില്ല, ഈശ്വരാനുഭൂതിയുമില്ല. അപ്പൊ അവരുടെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവൃത്തി അവരെ കെട്ടി ഇട്ടിരിക്കുകയാണ്, അവർ ബന്ധിതരാണ്. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കണം. അപ്പൊ അറിവിലൂടെ നമ്മൾ ഉപാസനയിലേക്ക് ഉയരണം. ഉപാസന ശ്രേഷ്ഠമാണെന്നിവിടെ ഉറപ്പിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് അറിവ് ഉപാസനയിൽ പ്രതിഷ്ഠിതമാണെന്നിവിടെ ബ്രഹ്മനിത്യം യജ്ഞേ പ്രതിഷ്ഠിതം എന്ന പ്രയോഗത്തിലൂടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഭഗവാൻ പറയുന്നു, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം, ഇതൊരു ചക്രമാണ്. നമ്മൾ അറിവ് സമ്പാദിക്കുന്നു, ആ അറിവിലൂടെ ക്രിയകൾ ചെയ്ത് നമ്മൾ ഉപാസന നടത്തുന്നു, ഭഗവത് കൃപ നേടുന്നു. ആ ഭഗവത് കൃപയിലൂടെ നമുക്ക് നിലനിൽപ്പ് വരുന്നു. അപ്പൊ ഇതൊരു ചക്രമാണ്, ഗിവ് ആൻഡ് ടേക്ക് ആണ്. പരസ്പരം ഭാവയന്തഃ എന്ന് പറഞ്ഞ തലത്തിൽ നമ്മൾ ഇവിടെ നിലനിൽക്കുകയാണ്. ആ നിലനിൽപ്പിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ഇത് നമ്മൾ അനുവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ പാപമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അഘായുർ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഭോഗം. നമ്മൾ ഭുജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭുജിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ മോഘം പാർത്ഥ സ ജീവതി, വ്യർത്ഥമായിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ ആഗ്രഹങ്ങളെ
പൂർത്തീകരിക്കാനായി പ്രവർത്തിക്കുന്നു, ആഗ്രഹങ്ങൾ നേടുന്നു, ചിലത് അനുകൂലം, ചിലത് പ്രതികൂലം, പുതിയ വാസനകൾ ഉണ്ടാവുന്നു, വീണ്ടും ഇതന്നെ ചെയ്യുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശാശ്വതമായ തലമില്ല, സംസാരം മാത്രമാണ് വിധി. എന്നാൽ നമ്മൾ ഈ ചക്രത്തെ മനസ്സിലാക്കി ആരാധനയിലൂടെ കർമ്മം ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മുടെ ജീവിതത്തെ നയിക്കാൻ തുടങ്ങിയാൽ, നമുക്ക് നമ്മുടെ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും, നമ്മുടെ സംസാര ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും, ഉയർച്ചയുണ്ടാവും, ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആരാധനയുടെ പ്രസക്തി സാധനയിൽ വളരെ വലുതാണ്, ഉപാസനയുടെ പ്രസക്തി. അത് ഏത് പ്രകാരത്തിലുള്ള ക്രിയയെ ആശ്രയിച്ചിട്ടാണെങ്കിലും. കാരണം ക്രിയ നമ്മൾ കണ്ടെത്തേണ്ടത് ഗുരുവിൻ്റെ കൃപ കൊണ്ടാണ്. നമുക്ക് സ്വയം പലപ്പോഴും അനുയോജ്യമായ ക്രിയ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പം ആ സമയത്ത് അറിവുള്ള, പരമമായ പദത്തെ സാക്ഷാത്കരിച്ചിട്ടുള്ള, ശാസ്ത്രങ്ങളിൽ നല്ല അവഗാഹമുള്ള, കാരണം എല്ലാ വഴികളെയും അറിയുന്നവനെ അനുയോജ്യമായ വഴിയെ നിർദ്ദേശിക്കാൻ പറ്റും. അപ്പം ശാസ്ത്രങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള, എല്ലാ പ്രകാരത്തിലുള്ള വഴികളും അറിയാവുന്ന ഒരു ഗുരു നമുക്ക് ഏറ്റവും അനുയോജ്യമായ ക്രിയ എന്താണെന്ന് പറഞ്ഞു തരും. ആ ക്രിയയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉപാസനയെ ആരംഭിക്കണം. അങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കും. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ പാകത്തിനുള്ള അന്തരീക്ഷം ഭഗവത് കൃപ കൊണ്ട് ലഭിക്കും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പല ആഗ്രഹങ്ങളും വെച്ച് ജീവിക്കുന്നു. ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ്, പ്രത്യേകിച്ചും പ്രാകൃതമായ സാധകരുടെ ഉള്ളിലുള്ളതാണ്. അത് അവർക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ വഴി അവർക്ക് ഏറ്റവും അഭികാമ്യമാണ്. അങ്ങനെ അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ഈ ചക്രത്തിന്റെ ഭാഗമാകും. അങ്ങനെ ഈശ്വരന് കൊടുത്തുകൊണ്ട് ഈശ്വരനിൽ നിന്ന് അവർ ഭുജിക്കും. അങ്ങനെ ഭുജിക്കുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ സംസാരത്തിലേക്ക് താഴാതെ പതുക്കെ പതുക്കെ ഉയരാൻ തുടങ്ങും. അങ്ങനെ ഉയർന്നുയർന്ന് അവർ ഭഗവത് അനുഭൂതിയിലേക്ക് എത്തും. ഭഗവത് അനുഭൂതിയാണ് ശാശ്വതമായ സ്ഥാനം, സനാതനമായ ഭാവം. അതായത് അവർക്ക് മോക്ഷം ലഭിക്കും. അവർ അവരെ തിരിച്ചറിയാൻ പ്രാപ്തരാകും. കാരണം ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ യസ്തു ആത്മരതിരേവ സ്യാദ് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യത്തെ എന്ന് പറയുന്നു 17ാമത്തെ ശ്ലോകത്തിൽ. ഒരു വ്യക്തി അവനവനിൽ സംതൃപ്തനായാൽ, സംതൃപ്തനാവുക എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ പൂർണ്ണതയെ അറിഞ്ഞാൽ. നമുക്കെല്ലാം അപൂർണതയാണ് ഇവിടെ ഉള്ളത്. എന്തോ ഒന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് അത് നേടണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ആ അപൂർണതയിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാമങ്ങളും ജനിക്കുന്നത്, കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമ്മൾ ഫലങ്ങളെയും നേടുന്നത്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യക്തമായ അറിവിൻ്റെ ആധാരത്തിലുള്ള ക്രിയകൾ ചെയ്തുകൊണ്ട് ആരാധന നടത്തിയാൽ, അങ്ങനെ നേടുന്നതെല്ലാം ഭുജിച്ചാൽ നമുക്ക് ഉയർച്ചയുണ്ടാവും. ഉയർന്നുയർന്ന് നമ്മൾ നമ്മളെ തന്നെ അറിയും. കാരണം ഈശ്വരൻ തന്നെയാണ് നമ്മുടെ സ്വരൂപം. സച്ചിദാനന്ദമാണ് ഞാൻ, സച്ചിദാനന്ദമാണ് ഈശ്വരൻ. ഈ ബോധത്തിലേക്ക് എത്തും. പൂർണ്ണമത പൂർണ്ണമിത എന്ന തലത്തിലേക്ക് ഉയരും. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി തന്നിൽ തന്നെ പൂർണ്ണത അനുഭവിക്കും, തൃപ്തി അനുഭവിക്കും. പിന്നെ അപൂർണതയില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് കർമ്മമില്ല. അവനാണ് കർമ്മത്തിൽ നിന്നും പൂർണ്ണമായ മോചനം നേടുന്നത്. ആ തലത്തിൽ നിൽക്കുന്നവനാണ് ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ ആ ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ പക്ഷേ കർമ്മം ചെയ്യുന്നുണ്ട്. ഇതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അതാണ്. കർമ്മമില്ലാത്ത അവസ്ഥയാണ്, അവിടേക്ക് നമ്മൾ ഉയരണം. അങ്ങനെ നമ്മൾ ഉയരണം എന്ന് പറയുമ്പോൾ ഇതാണ് ലക്ഷ്യം, നമ്മൾ അതിനനുസരിച്ച് ആരാധന നടത്തണം എന്നൊക്കെ ഇവിടെ ഭഗവാൻ ഉപദേശിച്ചു. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തി സാങ്കല്പികമായിട്ട് ഈ ഒരു തലത്തിലേക്ക് ഉയർന്ന അയാളിത് ഗ്രഹിച്ചു. അപ്പം ഞാൻ പൂർണ്ണനാണ്, ഞാൻ എന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എനിക്ക് കർമ്മമില്ല എന്ന് അയാൾ ബുദ്ധിപരമായി ഗ്രഹിച്ച് ആ ഒരു ധാരണയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ അയാൾ കൂടുതൽ കൂടുതൽ സംസാരത്തിലേക്ക് പതിക്കും. വ്യർത്ഥമാകും. നേരത്തെ പറഞ്ഞു, വ്യർത്ഥമാകും അയാളുടെ ജീവിതം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അനുഭവത്തിൽ എത്തുന്നത് വരെയും ഇത് വെറും സങ്കല്പമാണ്. ആത്മാനുഭൂതി സിദ്ധിക്കുന്നത് വരെയും ആത്മാവ് ഉണ്ടെന്നുള്ളത് അവനൊരു അറിവ് മാത്രമാണ്. അത് അവൻ്റെ സ്വയം അനുഭവമായിട്ടില്ല. അവൻ അതായി ഭവിച്ചിട്ടില്ല. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയും. അതായി ഭവിക്കണം. ആ പൂർണ്ണതയിലേക്ക് എത്തണം. ആ എത്തുന്നത് വരെയും അവൻ ആരാധന ചെയ്യണം. അങ്ങനെ ആരാധന ചെയ്താൽ മാത്രമേ അവൻ ഉയർച്ചയുള്ളൂ. ഇത് ഭഗവാന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ സ്വയം കർമ്മം ചെയ്യുന്നത്. ഭഗവാൻ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു ആസക്തിയും ഇല്ലാതെ. സാധാരണക്കാരൻ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ട് പ്രവർത്തിക്കുന്നു.
അങ്ങനെ പ്രവർത്തിച്ച് അവൻ ആരാധനയിലൂടെ പ്രവർത്തിച്ചു ഉയർന്നാൽ, അവൻ പൂർണ്ണതയെ നേടിയാൽ പിന്നെ അവൻ ആഗ്രഹങ്ങളില്ല. അങ്ങനെ ആഗ്രഹങ്ങളില്ലാത്ത അവൻ പിന്നെ സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കും. അവന് പ്രത്യേകിച്ച് ഇന്നത് വേണം എന്ന ബന്ധനമൊന്നുമില്ല. ഞാൻ നിലനിൽക്കുന്നു, ആ നിലനിൽപ്പിന് വേണ്ടി എത്ര കാലം തുടരണമോ അത്രയും കാലം ഞാൻ പ്രവർത്തിച്ച് ജീവിക്കുമെന്ന ഭാവത്തിൽ അവൻ കാര്യങ്ങളെ ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഭവിക്കുന്നത്. ഈ ബോധം ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ ജീവിക്കുമ്പോൾ ഉടനീളം അദ്ദേഹം കർമ്മം ചെയ്തത്. ഒരല്പം പോലും വിശ്രമം ഭഗവാൻ എടുക്കുന്നില്ല. കാരണം ഭഗവാൻ മറ്റുള്ളവർക്ക് മാതൃകയാവുകയാണ്. ഭഗവാൻ ജനകന്റെ ഒക്കെ ഉദാഹരണം തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. കർമ്മത്തിലൂടെയാണ് അവരൊക്കെ ആ തലത്തിലേക്ക് ഉയർന്നതെന്ന്. ഇവിടെ സാധനയുടെ തുടക്കത്തിൽ തന്നെ വേദാന്തമൊക്കെ പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ പലപ്പോഴും ഈ ആത്മഭാവത്തെക്കുറിച്ച് കേട്ട് അതിനെ ഒരു സങ്കല്പമായി നിലനിർത്തി താൻ ആത്മസാക്ഷാത്കാരം നേടി എന്ന് പലരും തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതെ ഇരിക്കാനാണ് ഭഗവാൻ ക്രിയയുടെ മഹത്വം ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. നമ്മൾ ക്രിയയിലൂടെ, ആരാധനയിലൂടെ ഭഗവാനോട് അടുത്തടുത്ത് ഭഗവത് സാക്ഷാത്കാരം നേടിയാൽ മാത്രമേ, അത് അനുഭൂതിയായാൽ മാത്രമേ നമുക്ക് ഈ നൈഷ്കർമ്മ്യം സിദ്ധിക്കൂ, കർമ്മമില്ലാത്ത അവസ്ഥ. അതല്ലാതെ വെറുതെ സങ്കല്പിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കില്ല. ഇപ്പൊ നമ്മൾ കർമ്മം ചെയ്യണം, അതിൻ്റെ മഹത്വം കാണിക്കാനാണ് തന്നെ സ്വയം ഉദാഹരണമായി പറയുന്നതും. അതുപോലെ തന്നെ കർമ്മണൈവ ഹി സംസിദ്ധി മാസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി എന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നത്. ജനകൻ തുടങ്ങിയവരൊക്കെ കർമ്മത്തിലൂടെയാണ് ഉയർച്ച നേടിയത്. അതുകൊണ്ട് ലോകസംഗ്രഹത്തെ ഉദ്ദേശിച്ചിട്ടും നീ കർമ്മം ചെയ്യാൻ അർഹിക്കുന്നുവെന്ന് 20ാമത്തെ ശ്ലോകത്തിൽ ഉപദേശിക്കുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഇതേ അധ്യായത്തിൽ, യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജന സയത് പ്രമാണം ഗുരുതേ ലോകസ്തദനുവർത്തത്തെ. 21ാമത്തെ ശ്ലോകം. ശ്രേഷ്ഠനായവൻ എന്ത് ആചരിക്കുന്നുവോ അതിനെ ലോകം അനുവർത്തിക്കും. അതുകൊണ്ട് അവൻ മാതൃകയായിട്ട് ഭവിക്കണം. ഇതൊക്കെ ഈ സാധനയുടെ തുടക്കത്തിൽ കുറച്ച് അറിവ് കിട്ടുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് താൻ പൂർണ്ണനാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശം കൂടിയാണ്. വാസ്തവത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയാണ്, ശ്രേഷ്ഠന്റെ ഭാവം പറയുകയാണെങ്കിലും കർമ്മം വിടരുത് എന്ന്. കാരണം കർമ്മം വിടാനുള്ള ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. എനിക്ക് നേടേണ്ടതോ ലഭിക്കാത്തതോ ആയിട്ട് ഒന്നും തന്നെ ഇവിടെയില്ല. ഒരു കർമ്മവും എനിക്കില്ല, എന്നിട്ടും ഞാൻ പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ ഭാവത്തെ വ്യക്തമാക്കുകയാണ്. യദി ഹ്യഹം ന വർത്തേയ ജാതു കർമ്മണ്യതന്ത്രിത മമ വർത്തമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ലോകം എന്നെ അനുകരിക്കും, അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു. ഭഗവാൻ തൻ്റെ ഉയർന്ന തലത്തെ പറയുകയാണ്. ഒപ്പം തന്നെ അർജുനനും അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും പ്രേരണ നൽകുകയാണ് കർമ്മം ചെയ്യാൻ. കാരണം സ്വയം താൻ ഉയർന്നവനാണെന്ന് തോന്നിയാലും കർമ്മം ചെയ്യൂ. കാരണം ഇതൊരു തോന്നലാണ്, നമ്മൾ ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. വേദാന്തമൊക്കെ പഠിക്കുന്നവർക്ക് മിക്കവാറും കാണുന്ന ഒരു സ്വഭാവമാണിത്. അവർ ആരാധനയും ഉപാസനയും ഒക്കെ പരിഹസിക്കും, അതിനെ തള്ളിക്കളയും. അവർക്ക് അകത്ത് അനുഭൂതിയുമില്ല, പുറത്ത് ആശ്രയവുമില്ല. അങ്ങനെ ജീവിക്കുന്ന, ഉള്ളിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്, നിസ്സഹായരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അവരെ എല്ലാം മുൻകൂട്ടി നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് ഭഗവാൻ പറയുകയാണ്. കാരണം പ്രവൃത്തിയിലൂടെ മാത്രമേ ഉയർച്ചയുള്ളൂ. അപ്പൊ അറിവുണ്ട്, വെരി ഗുഡ്, എന്നാലും ആരാധിക്കൂ. അങ്ങനെ പറഞ്ഞാലെങ്കിലും അവരനുസരിക്കട്ടെ എന്നുള്ള ഭഗവാന്റെ കരുണയാണ് വാസ്തവത്തിൽ ഇവിടെയൊക്കെ കാണുന്നത്. ഒപ്പം തന്നെ ഉയർന്ന ആൾക്കാർക്കും ഇവിടെ ഉപദേശമുണ്ട്. നിങ്ങൾ ആ തലത്തിൽ എത്തിയാലും നിങ്ങൾ കർമ്മം ചെയ്യണം, കാരണം നിങ്ങളെ ലോകം മാതൃകയാക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. 26ാമത്തെ ശ്ലോകമാണ്. ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വളരെ പ്രസക്തമായ ഒരു ശ്ലോകമാണ്. ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു, കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു തന്നു, ആരാധനയിലൂടെ ഉയരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉയർന്ന് നമ്മൾ ആ തലത്തിലേക്ക് എത്തിയാൽ നമുക്ക് പൂർണ്ണത അനുഭവിച്ചു. ആ അനുഭവത്തിൽ നിൽക്കുന്ന നമ്മൾ, അഥവാ ആ അനുഭവം സങ്കല്പിച്ച് നിൽക്കുന്ന, രണ്ടു കൂട്ടരെയും ഇവിടെ എടുക്കാം. ആ അനുഭവത്തിലേക്ക് ഉയർന്ന വ്യക്തിയും കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചത് കൊണ്ട് ആ അനുഭവം സങ്കല്പിച്ച് താൻ ആ തലത്തിൽ എത്തി എന്ന വ്യക്തിയും മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ തിരുത്താൻ നോക്കും. അപ്പൊ പൂർണ്ണതയുള്ളവരെ പൊതുവെ തിരുത്താൻ നോക്കില്ല. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും അവരെ ഉദ്ദേശിച്ചിട്ടാവണമെന്നില്ല, സങ്കല്പിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കണം. എന്നാലും ഇപ്പൊ പൂർണ്ണത നേടിയ ഒരു വ്യക്തി
അവൻ അറിയാണ് ഒരു കർമ്മത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ആരാധനയുടെയും ആവശ്യമില്ല. കാരണം ഞാൻ അത് തന്നെയാണ്. എന്തിനെയാണോ ഞാൻ ആരാധിച്ചത് അത് ഞാൻ തന്നെയാണെന്ന് അവൻ തിരിച്ചറിയുന്നു. നേദം യതിദം ഉപാസത്തെ എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട്. കാരണം മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ പറ്റുന്നതല്ല. ഉപാസനയൊക്കെ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ആ തലത്തിലാണ്. എന്നാൽ അതിനൊന്നും പ്രാപ്യമായതല്ല ബ്രഹ്മം. അതിൻ്റെ സ്വരൂപം തന്നെയാണ്, ഞാൻ തന്നെയാണെന്നുള്ള തലത്തിലേക്ക് ഉയർന്നാൽ സ്വാഭാവികമായും പിന്നെ കർമ്മമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് ആഗ്രഹങ്ങളുള്ള സാധാരണക്കാര് കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ അവരെ തിരുത്താൻ നോക്കും. നിങ്ങൾ കർമ്മമൊന്നും ചെയ്യേണ്ട, ഇതിനൊന്നും ആവശ്യമില്ല, മോക്ഷമാണ്, നിങ്ങളുടെ സ്വരൂപം തന്നെ മുക്തിയാണെന്നൊക്കെ പറഞ്ഞാൽ അവർ വഴി തെറ്റിപ്പോകും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എടുത്തു പറയാണ്, ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം. കർമ്മത്തിൽ സംഘമുള്ള അജ്ഞന്മാർക്ക് ബുദ്ധിഭേദത്തെ ജനിപ്പിക്കരുത്. ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. സ്വയം കർമ്മം ചെയ്തുകൊണ്ട് അവരെയും കർമ്മത്തിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. അതിലൂടെ സംതൃപ്തരാക്കാൻ ശ്രമിക്കണം. അതായത് ആരാധനയിലൂടെ മാത്രമേ ലോകത്തിന് ഉയർച്ചയുള്ളൂ. അപ്പൊ സ്വയം ആരാധന നടത്തുകയും താൻ പൂർണ്ണതനാണെങ്കിലും ആരാധന നടത്തിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് മാതൃകയാക്കി അവരെ അതിനായിട്ട് പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ അവർക്ക് ഉയർച്ചയുണ്ടാവും. കാരണം കർമ്മത്തിൽ നിന്നും മോചനം ലഭിച്ചവരാണ് ബാക്കിയുള്ളവർക്ക് മാതൃകയാവേണ്ടത്. കർമ്മത്തിൽ നിന്നും മോചനം ലഭിച്ചവർക്ക് കർമ്മമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാതിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന മഹാപുരുഷന്മാരുമുണ്ട്. പക്ഷെ അവർ ലോകത്തിന് മാതൃകയാകണമെങ്കിൽ, ലോകത്തിൽ ഇടപഴകുന്നവരാണെങ്കിൽ അവർ കർമ്മം ചെയ്യുക തന്നെ വേണം. അപ്പൊ പല ആചാരങ്ങളും അവർ അനുഷ്ഠിക്കുന്നത് സ്വതന്ത്രരായിട്ടാണ്. അവർക്ക് അതുകൊണ്ടൊന്നും നേടാനില്ല. ഒരു സാധാരണക്കാരൻ ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ലോകത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ് ജ്ഞാനി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ആ തലത്തിലേക്ക് ഉയർന്നാൽ അവൻ മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ പാടില്ല. അവന് കർമ്മമില്ല എന്ന് കരുതി മറ്റുള്ളവരും കർമ്മത്തെ ഉപേക്ഷിക്കണം എന്ന് പറയാൻ പാടില്ല. ഇത് ഒരു ജ്ഞാനിയോട് ശരിക്കും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഭഗവാൻ ഇതിവിടെ പറയുന്നത് സ്വയം ജ്ഞാനിയാണെന്ന് അഭിമാനിക്കുന്നവർക്കുള്ള ഉപദേശമായിട്ടാണ് തോന്നുന്നത്. കാരണം വളരെ എളുപ്പം ഈ തെറ്റിദ്ധാരണ നമുക്കുണ്ടാവാം. കുറച്ച് ശാസ്ത്രം പഠിച്ചാൽ തന്നെ സത്യം അറിഞ്ഞുവെന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന എത്രയോ പേരെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അപ്പൊ അവര് മറ്റുള്ളവരെയും സ്വയം ഒന്നും ചെയ്യില്ല. അവരുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട്, പരമാനന്ദമൊന്നും അവർ അനുഭവിച്ചിട്ടില്ല, തപിക്കുകയാണ്. എന്നാലും താൻ പൂർണ്ണനാണെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. ആ ഭാവത്തിൽ അവർ ഒന്നും കർമ്മം ചെയ്യാതെ, ആരാധന ചെയ്യാതെ ജീവിക്കുകയും അത് ചെയ്യുന്നവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കും. അങ്ങനെ ഒരു ധാർഷ്ട്യത്തിന് മുതിരരുതെന്ന സൂചനയാണ് ഭഗവാൻ ഇവിടെ നൽകുന്നത്. വളരെ പ്രസക്തമായ ഒരു ശ്ലോകമാണ്. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അപ്പൊ ഇന്നത്തെ തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു വ്യക്തി, അയാൾ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ഒരു ദേവതയുണ്ടെന്ന് സങ്കല്പിക്കുന്നു, ആ ദേവതയെ അയാൾ ആരാധിക്കുന്നു, വളരെ വ്യക്തമായ ചിട്ടകളോടുകൂടി ആരാധിക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് വേദാന്തമൊക്കെ കുറച്ച് പഠിച്ചിട്ടുള്ള ഒരാൾ, താൻ ആത്മാവാണെന്നൊക്കെ സ്വയം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയും, ഇതിൻ്റെ ഒക്കെ എന്താ ആവശ്യം? ഈശ്വരൻ ഒന്നേയുള്ളൂ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്, അകത്ത് കാണൂ എന്നൊക്കെ പറയാം. ആ പറയുന്നത് അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റില്ല. ഉൾക്കൊള്ളാൻ പറ്റാത്ത അയാൾ ഇത് കേട്ടിട്ട് അത് ഉപേക്ഷിച്ചാലോ അയാൾ അവിടെയുമില്ല ഇവിടെയും ഇല്ലാതെയാകും. വല്ലാത്തൊരവസ്ഥയാണത്. ആ അവസ്ഥയിലേക്ക് അയാളെ താഴ്ത്താതെ അയാൾ ചെയ്യുന്ന ഉപാസന, ഇപ്പൊ ക്ഷേത്ര ദർശനമാണ് നടത്തുന്നത്, ദേവതാ ആരാധനയാണ് നടത്തുന്നത്, അതിൽ അയാളെ പ്രേരിപ്പിക്കണം. വളരെ നന്നായിട്ടുണ്ട്, വളരെയധികം ഫലം അതുകൊണ്ട് കിട്ടും, അത് തുടർന്നും ചെയ്യുക എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അയാൾക്ക് ഗുണമുണ്ടാവും. കാരണം അയാൾ ആഗ്രഹിക്കുന്നതെല്ലാം ദേവതയുടെ കൃപ കൊണ്ട് അയാൾക്ക് ലഭിക്കും. കാരണം ശക്തിയുണ്ട്, ഈശ്വരൻ ഉണ്ട്. ഈശ്വരൻ ഇല്ലാത്ത ഒന്നല്ല, ഈശ്വരന്റെ സ്വരൂപം തന്നെ സത്താണ്. അപ്പൊ ആരാധിച്ചാൽ ഫലം ഉറപ്പാണ്. അപ്പൊ അവർ ആരാധിക്കട്ടെ, ആരാധനയിലൂടെ അവർ ആ ഫലത്തെ സമ്പാദിക്കട്ടെ. കുറേശ്ശെ അവർക്ക് ഉയർച്ച വരും. ഈശ്വരന്റെ കൃപ കൊണ്ട് തന്നെ അവർക്ക് ആ ഉയർച്ച വരും. അങ്ങനെ ക്രമേണ കർമ്മങ്ങളിൽ നിന്നുമുള്ള മോചനം അവർക്ക് ലഭിക്കും. അപ്പൊ ഈ ഒരു ഭാവത്തിൽ സ്വയം കർമ്മം അനുഷ്ഠിക്കുകയും ആരാധന നടത്തുകയും ഉയരുകയും അതോടൊപ്പം തന്നെ അതിനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ കുറച്ച് ഉയർച്ച ലഭിച്ചാൽ തന്നേക്കാൾ താഴ്ന്നവരെ പരിഹസിക്കാതെ അവരെയും തൻ്റെ തലത്തിലേക്ക് ഉയർത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവനായി ഭവിക്കണം എന്ന ഉപദേശമാണ് ഭഗവാൻ നൽകുന്നത്. ഇങ്ങനത്തെ പല സുന്ദരമായ ഉപദേശങ്ങളും ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. ഓരോ ആവശ്യം ഉദിക്കുന്ന സമയത്താണ് പല ശ്ലോകങ്ങളുടെയും അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. കാരണം ഓരോ ആവശ്യത്തെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭഗവാൻ
കാരണം സർവജ്ഞനാണല്ലോ. വളരെ വ്യക്തമായ മറുപടി എഴുതി വെച്ചിട്ടുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഇത് പ്രസക്തമായി തന്നെ ശോഭിക്കുന്നത്. സാധിക്കുന്നവരെല്ലാം തന്നെ ഭഗവത്ഗീത പഠിക്കേണ്ടതാണ്. മുഴുവനായി പഠിക്കണം. അതിൻ്റെ ശ്ലോകങ്ങൾ കാണാപാഠം പഠിച്ച് ചൊല്ലാൻ പഠിക്കുകയല്ല. അതിലെ അർത്ഥം പതുക്കെ പതുക്കെ ഇരുന്ന് വിചിന്തനം ചെയ്യുക. ദിവസവും ഒരു ശ്ലോകം എടുത്ത് വായിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം വിചിന്തനം ചെയ്ത് തനിക്ക് ആവശ്യമുള്ള പലതും അതിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ സാധിക്കും. അതിനുള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയെക്കുറിച്ചുള്ള ഭഗവാന്റെ ഉപദേശത്തിൻ്റെ ഈ എളിയ വ്യാഖ്യാനത്തെ ആ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഹരി ഓം.